പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പരാതിക്കാരിക്ക് വീണ്ടും ഭർത്താവിന്റെ മർദ്ദനം. പരിക്കേറ്റ ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വീട്ടിലും ആംബുലൻസിൽ വെച്ചും ഭർത്താവ് മർദ്ദിച്ചെന്നും എന്നാൽ പരാതിയില്ലെന്നും യുവതി പോലീസിനോട് പറഞ്ഞു. യുവതിയുടെ അച്ഛൻ പരാതി നൽകിയതിന് പിന്നാലെ പന്തീരങ്കാവ് പോലീസ് യുവതിയുടെ മൊഴിയെടുത്തു. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകും. ഷംസീർ, നേരത്തെ ഈ വിഷയം കോടതിയിലെത്തുകയും ഇരുവരും ചേർന്ന് തന്നെ കേസ് റദ്ദാക്കണം അല്ലെങ്കിൽ കേസിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹർജി അടക്കം നൽകുകയും അത് കോടതി പരിഗണിക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇരുവരും വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ വീണ്ടും മർദ്ദനത്തിനിരയായി യുവതി ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? നേരത്തെയുണ്ടായ കേസിനെ ചൊല്ലി വീണ്ടും മർദ്ദിച്ചു എന്നാണോ യുവതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്? യെസ്, ഷംസീറിലേക്ക് വരാം. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പരാതിക്കാരിക്ക് വീണ്ടും ഭർത്താവിൽ നിന്ന് മർദ്ദനമേറ്റിരിക്കുകയാണ്. പരിക്കേറ്റ യുവതി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വീട്ടിലും ആംബുലൻസിൽ വെച്ചും ഭർത്താവ് മർദ്ദിച്ചുവെന്നും എന്നാൽ പരാതിയില്ല എന്നുമാണ് യുവതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. യുവതിയുടെ അച്ഛൻ പരാതി നൽകിയതിന് പിന്നാലെ ഇപ്പോൾ പന്തീരങ്കാവ് പോലീസ് യുവതിയുടെ മൊഴിയെടുത്തിട്ടുണ്ട്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലാണ് വീണ്ടും ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ കേസ് ഹൈക്കോടതിയിൽ അടക്കം എത്തുകയും ഇരുവരുടെയും ആവശ്യം പരിഗണിച്ചുകൊണ്ട് കേസ് റദ്ദാക്കുകയും ഇരുവരോടും ഒരുമിച്ച് ജീവിക്കാനുള്ള അനുമതി അടക്കം നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഈ കേസ് അവിടെ അവസാനിക്കുകയായിരുന്നു ഉണ്ടായത്. പക്ഷേ വീണ്ടും മർദ്ദനത്തിനിരയായി യുവതി ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ്. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകും. ഷംസീർ, എന്താണ് സംഭവിച്ചത്? യുവതി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്? നേരത്തെ ദിവ്യ സൂചിപ്പിച്ച പോലെ തന്നെ ഹൈക്കോടതിയിൽ യുവതി സത്യവാങ്മൂലം കൊടുത്തിരുന്നു ഈ കേസ് അവസാനിപ്പിക്കാമെന്ന്. നേരത്തെ അങ്ങനെയാണ് ആ കേസ് അന്ന് അവസാനിച്ചത്. എന്നാൽ വീണ്ടും യുവതിക്ക് മർദ്ദനമേൽക്കുന്ന നിലയുണ്ടായിരിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്നലെയാണ് യുവതിയെ മർദ്ദനമേറ്റ നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. കണ്ണിനും കഴുത്തിനും ചുണ്ടിനും യുവതിക്ക് പരിക്കേറ്റിരുന്നു. ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ ആശുപത്രി അധികൃതരോട് ഭർത്താവ് മർദ്ദിച്ചുവെന്ന് യുവതി വ്യക്തമാക്കുകയും പിന്നീട് പോലീസ് എത്തിയപ്പോഴും മർദ്ദിച്ചിട്ടുണ്ട് ഭർത്താവ് എന്നും എന്നാൽ തനിക്ക് പരാതിയില്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു. അതിന് പിന്നാലെ എറണാകുളത്ത് നിന്ന് യുവതിയുടെ അച്ഛനും അമ്മയും കോഴിക്കോട് എത്തുകയും യുവതിയെ കാണുകയും അതിന് പിന്നാലെ കുടുംബം പരാതി കൊടുക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. യുവതിയുടെ കുടുംബം പരാതി കൊടുക്കുമെന്ന്. എന്നാൽ യുവതിയുടെ കൂടി പരാതി ഇപ്പോൾ പോലീസിന് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. യുവതി പോലീസിനോട് വീണ്ടും തനിക്ക് പരാതിയുണ്ട് എന്ന് അറിയിക്കുകയും പന്തീരങ്കാവ് പോലീസ് ഇപ്പോൾ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മൊഴിയിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് വ്യക്തമല്ല. ഏതായാലും പരാതി ഉണ്ട് എന്ന് യുവതി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. നേരത്തെ ഈ കേസ് നമുക്കൊക്കെ ഓർമ്മയുള്ളതാണ്. നിരുപാധികം കേരള സമൂഹമാകെ യുവതിക്കൊപ്പം നിൽക്കുകയും അവരുടെ കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വലിയ ക്രൂരമായ പീഡനം ഭർത്താവ് രാഹുൽ പി ഗോപാലിന്റെ ഭാഗത്ത് നിന്ന് ഏൽക്കേണ്ടി വന്നുവെന്ന് യുവതി മാധ്യമങ്ങളോടും പോലീസിനോടും ഒക്കെ പറഞ്ഞിരുന്നതാണ്. അതിനു പിന്നാലെയാണ് ഇത് ഒത്തുതീർപ്പിലേക്ക് എത്തുന്നത്. ഈ പ്രതിയായിരുന്ന രാഹുൽ പി ഗോപാൽ അന്ന് വിദേശത്തേക്ക് കടക്കുകയും ദിവസങ്ങളോളം പോലീസ് പ്രതിക്കൂട്ടിലാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു നിലയുണ്ടായിരുന്നു. CIA സസ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയ കേസായിരുന്നു അത് പിന്നീട് ഒടുവിൽ ഹൈക്കോടതിയിൽ യുവതി സത്യവാങ്മൂലം കൊടുക്കുകയായിരുന്നു കേസ് അവസാനിപ്പിക്കണമെന്ന്. അങ്ങനെയാണ് കേസ് ഒത്തുതീർപ്പാവുകയും യുവതി വീണ്ടും രാഹുൽ പി ഗോപാലിന്റെ കൂടെ കോഴിക്കോട് പന്തീരങ്കാവിലെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തത്. ഇന്നലെ ഇപ്പോൾ മർദ്ദിച്ചുവെന്ന് പറയുന്നതിന്റെ കാരണമായി പറയുന്നത് കറിയിൽ ഉപ്പ് കുറഞ്ഞു എന്നതിന്റെ പേരിൽ മർദ്ദിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതെന്താണെന്നുള്ളതൊന്നും ഏതായാലും ഇപ്പോൾ വ്യക്തമല്ല. യെസ്, വീണ്ടും ഭർത്താവിൽ നിന്ന് മർദ്ദനമേറ്റു എന്നാണ് യുവതിയുടെ മൊഴി. യുവതി ഇപ്പോൾ ചികിത്സയിലാണ്. വിവരങ്ങളാണ് മുഹമ്മദ് ഷംസീർ നൽകിയത്.